നമസ്കാരം, ന്യൂസ് 3ലേക്ക് സ്വാഗതം. ഞാൻ നാദറ മെഹ്റൻ. പെണ്ണിടം അങ്ങനൊന്നുണ്ടോ? മിക്കവാറും എല്ലായിടത്തും അങ്ങനെ ഒരിടം കാണുന്നത് പോലെ തോന്നാറില്ലേ? ഒരു പെൺകുട്ടി അവളുടെ ചെറുപ്പം മുതൽ കേൾക്കുന്നത് സ്വന്തം വീട്ടിൽ ഇടമില്ല എന്നാണ്. ബാല്യത്തിൻ്റെ കുഞ്ഞുവാശികളിൽ പോലും അവൾ കേൾക്കുന്നത് ഈ വാശിയൊക്കെ അങ്ങ് മാറ്റിക്കോ, വേറൊരു വീട്ടിൽ ചെന്ന് കയറാനുള്ളത് എന്നാണ്. എന്തിനും ഏതിനും അവൾ കേൾക്കുന്നത് മറ്റൊരു വീട്ടിൽ പോകേണ്ടവൾ എന്നാണ്. ഇനി മറ്റൊരു വീട്ടിൽ പോയാലുള്ള കാര്യമോ? നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ വന്നു കയറിയവൾ ഇവിടെ അഭിപ്രായം പറയണ്ട എന്നാകും. സ്വന്തം വീട്ടുകാർ പോലും പറയുക അങ്ങനെ ഒരു അഭിപ്രായത്തിലും ഇടപെടണ്ട എന്ന്. പിന്നെ കേൾക്കുന്നത് തൻ്റെടി എന്നാണ്. അതെന്താ? തൻ്റെ ഇടത്തിൽ അഭിമാനിച്ചൂടെ? അപ്പോൾ നമ്മൾ പെണ്ണുങ്ങളുടെ ഇടം എവിടെയാണ്? നമ്മളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മൾ എവിടെയാണ് പറയേണ്ടത്? അങ്ങനെ ഒരിടവും ആണിടമല്ല, എല്ലായിടവും എല്ലാവർക്കുമുള്ളതാണ്. ആണിടം, പെണ്ണിടം, ട്രാൻസിടം എന്ന് ജെൻഡർ തിരിച്ചു ഒരിടവും ആരും ഉണ്ടാക്കേണ്ട. ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കുകയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും ബിഗ് ബോസ് താരവും ചലച്ചിത്ര താരവുമായ അഞ്ജു സുറോഷ്. സ്വാഗതം അഞ്ജു സുറോഷ്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. അപ്പം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ രണ്ടുപേരും പരസ്പരം കാണുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് രണ്ടുപേരും ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് നിന്ന ആൾക്കാരാണ്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ജീവിതം? പ്രത്യേകിച്ച് നമ്മൾ ബിഗ് ബോസ് കഴിഞ്ഞ് കുറച്ചും കൂടി വലിയൊരു നിലയിലേക്ക് എത്തിയ മനുഷ്യരാണ്. അതെ, ഭയങ്കര സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നാദരയുടെ കൂടെ തന്നെ ഈ ഒരു ഷോ ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 1 year കഴിഞ്ഞിട്ടാണ് ഞാൻ നാദരനെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ മൈലേജ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം അതിന് ശേഷം കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ കുറച്ച് ഡൗൺ ആയിപ്പോയി. അതിനുശേഷം എൻ്റെ ഫാദറിൻ്റെ മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ തിരിച്ച് ബാക്ക് ടു എൻ്റെ കരിയറിലോട്ടും അതേപോലെ ബാക്ക് ടു കുറേ കാര്യങ്ങളിലോട്ടും ഇറങ്ങിയത്. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരുപാട് ആഗ്രഹിച്ച് പോകാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ബിഗ് ബോസ്. അതുപോലെ തന്നെ ലാലേട്ടനെ കാണാൻ പറ്റി. പിന്നെ എന്താണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നാദിറിനെ കാണാൻ പറ്റി. അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലി. ഓക്കെ, അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞ് മറ്റു വലിയൊരു തിരക്കിലേക്ക് അഞ്ജൂസ് കടക്കുകയാണ്. പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന ഒരു വലിയൊരു സിനിമയുടെ ഭാഗമായിട്ട് അഭിനയിച്ചു കഴിഞ്ഞു. അതിൻ്റെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? അപ്പോൾ 2025 എൻ്റെ ഒരു വർഷമാണെന്ന് ഞാൻ പണ്ട് 2015 വരെ ആഗ്രഹിച്ചൊരു കാര്യമാണ്. അപ്പം സാഹസം എന്ന് പറയുന്ന മൂവിയിൽ ഒരു വലിയ ക്യാരക്ടർ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു ക്യാരക്ടറാണ് ഞാനിപ്പോൾ ചെയ്തത്. വിപിൻ കൃഷ്ണയാണ് നമ്മുടെ ഡയറക്ടർ. അപ്പോൾ മൊത്തത്തിൽ അടിപൊളി ക്രൂ ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. എക്സ്പീരിയൻസ് ആണെങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ ആൾക്കാരും, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ക്യാമറ സൈഡ് ആയിക്കോട്ടെ, ഡയറക്ഷൻ, പ്രൊഡ്യൂസർ, എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. അപ്പം സിനിമ ഏകദേശം എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ഓണം ടൈമിലാണ് റിലീസ് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സിനിമ എല്ലാവരും കാണണം. അപ്പോൾ എല്ലാവിധ ആശംസകളും. സിനിമ വലിയൊരു വിജയമായിട്ട് തീരട്ടെ. എങ്ങനെയുണ്ടായിരുന്നു ബിഗ് ബോസിന് ശേഷം? ഇപ്പോൾ പറഞ്ഞ പൊതുവേ നമുക്ക് അവസരങ്ങളുടെ ഒരു വലിയൊരു നേട്ടം നടക്കാറുണ്ട്. അപ്പം അങ്ങനെ അവസരങ്ങൾ കിട്ടാറുണ്ടോ? അതോ നമ്മുടെ ശ്രമം തന്നെയാണോ? അതോ ഒരു സ്ട്രഗിളിംഗ് സ്റ്റേജിലൂടെ കടന്നു പോവുകയാണോ? എങ്ങനെയാണ്? ആക്ച്വലി ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേയും ഞാൻ വർക്കിങ്ങിലായിരുന്നു. ഒരു ചാനലിൽ, കൗമുദി എന്ന് പറഞ്ഞൊരു ചാനലിൽ സിറ്റ്കോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ബിഗ് ബോസിന് ശേഷം നമ്മളെല്ലാ ആൾക്കാരും അവിടെ ഒരു പർപ്പസായിട്ടാണ് വരുന്നത്. ഞാൻ മെയിൻലി പോയത് ഫിലിം ആയിരുന്നു എൻ്റെ ഡ്രീമൊക്കെ. അപ്പം ഫിലിം ചെയ്യണം, 4 ആൾക്കാർ നമ്മൾ അറിയണം, ലൈക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ആക്ടേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ അറിയണം എന്നുള്ളത് ഒരു മെയിനായിട്ട് നമുക്കൊരു ഉദ്ദേശമുണ്ട് മനസ്സിൽ. അപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോൾ എല്ലാ ആൾക്കാരും അവർ വിചാരിച്ച സ്ഥലത്തിൽ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന് ശേഷമുള്ള കോൺട്രവേഴ്സീസ് നമ്മളെ വേറൊരു റൂട്ടിലോട്ട് തന്നെ കൊണ്ടാക്കും. ചില ആൾക്കാർ, നെഗറ്റീവ് ഇല്ലാത്ത ആൾക്കാർ ചില ബിഗ് ബോസിലൂടെ പോയി പോസിറ്റീവ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. അതേപോലെ പോസിറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നെഗറ്റീവായിട്ട് പോകുന്ന ആൾക്കാർ. അത് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ചില ആൾക്കാർ പോസിറ്റീവായിട്ട് എടുക്കും. ശരിക്കും പറഞ്ഞത് ഒരു നെഗറ്റീവ് ഷോ ആണ്. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മളവിടെ കാണിക്കുന്ന പോലെ ഇരിക്കും, മനസ്സിലായില്ലേ? പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമ്മൾ അടിപൊളിയാകും. ഷോ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഗെയിം നടക്കുന്നത് അകത്തല്ല പുറത്താന്നുള്ള കാര്യം. അപ്പം മൈലേജ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനതാ പറഞ്ഞത്. എനിക്ക് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡൗൺ ആയിപ്പോയി. പക്ഷെ അന്ന് ഞാൻ മൈലേജ് എടുത്തിരുന്നെങ്കിൽ ഇത്രയും ടൈം എനിക്ക് ഈ മൂവിയിലോട്ട് എടുക്കത്തില്ലായിരുന്നു. പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ദാസ എന്ന് പറഞ്ഞ പോലെ എൻ്റെ സമയം ഇപ്പോഴാണെന്ന് തോന്നുന്നു കടന്നത്. അപ്പോൾ ഇതൊക്കെയാണ്.
പൊതുവേ നമ്മളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ബിഗ് ബോസ് എന്നുള്ളൊരു റിയാലിറ്റി ഷോ ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണോ എന്നുള്ളത്. ഇപ്പം അഞ്ജൂസ് പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്കൊരു മറുപടി എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അഞ്ജൂസ് തന്നെ അത് വ്യക്തമാക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആയിരുന്നെങ്കിൽ ഇന്ന് ഞാനും നാദരയൊക്കെ വേറെ ലെവലിലോട്ട് എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഞങ്ങളൊക്കെ അഭിനയിക്കാൻ കിടിലങ്ങളാണെന്നുള്ളത് ഞങ്ങൾ ചെറിയ സ്റ്റോറീസിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അപ്പം ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഈ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. എന്നോട് ഈയിടയ്ക്ക് തന്നെ ഒരുപാട് നമുക്ക് നേരിട്ട് കാണുന്ന എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, അളി അവിടെ എന്താണ് സ്ക്രിപ്റ്റഡ് അല്ലേ, അവിടെ മദ്യപിക്കാൻ പറ്റുമല്ലോ, അവിടെ മറ്റേ ഇതൊക്കെ. അപ്പം ഞാൻ ആലോചിക്കും ഇതൊക്കെ ആരാണ് ഇത്രയും നെഗറ്റീവ് കാര്യങ്ങൾ ഈ ആൾക്കാരടുത്ത് ഒരാൾ ചുമ്മാ പറഞ്ഞിറക്കുന്നതായിരിക്കും, ഇത് കേട്ടിട്ട് ആൾക്കാർ സ്പ്രെഡ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല, അതൊരു റിയാലിറ്റി ഷോ ആണ്, ലൈവ് ഷോ ആണ്. പിന്നെ എഡിറ്റ്സ് കാര്യങ്ങളൊക്കെ നടക്കും, അതിപ്പോൾ എല്ലാ സ്ഥലത്തിലും നടക്കുന്ന കാര്യമാണ്. കാരണം എല്ലാവർക്ക് ടെലികാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് മെയിൻ കണ്ടന്റ് എന്താണോ അത് അവർ ഏറിയത്തുള്ളൂ. പിന്നെ ആൾക്കാരത് എടുക്കുന്ന പോലെ ഇരിക്കും, ആൾക്കാർക്ക് അതൊരു ഫേവറിസം ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും അത് സ്ക്രിപ്റ്റഡ് ഷോ അല്ല. അതെ, അതേ മറുപടിയാണ് എനിക്കും പറയാനുള്ളത്. ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല. പൊതുവേ ഞങ്ങളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളത്. സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷേ ഒരു എഡിറ്റഡ് ഷോ ആണ്. നിങ്ങൾ 300 ക്യാമറകളിലെ ഒരു ക്യാമറ മാത്രമേ അറ്റ് ദ ടൈം കാണുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്തായാലും ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ബിഗ് ബോസ് എന്നുള്ളത് അഞ്ജൂസിനെ സംബന്ധിച്ച്. ഒരു പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പോകണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലോ, അല്ലെങ്കിൽ പോകാൻ ഇപ്പോഴായിരുന്നില്ല എൻ്റെ സമയം, അല്ലെങ്കിൽ ഇതിന് ശേഷമായിരുന്നു പോകേണ്ടതെന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഞാൻ ബിഗ് ബോസ് ഭയങ്കരമായിട്ട് വെറുതെ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അല്ല എനിക്ക്. ഞാൻ അത്രയും ഫൈറ്റ് ചെയ്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിന് മുന്നേ കിട്ടിയാലും അതിന് ശേഷം കിട്ടിയാലും ഞാനാണല്ലോ ഇവിടെ പോകുന്നത്. അപ്പോൾ ഇതെന്തെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ റൈറ്റ് മൊമെൻറ്റിലാണ് ഞാൻ അവിടെ എത്തി. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടാക്കിയത്. കാരണം ലൈഫിൽ ആരൊക്കെ കൂടെ ഉണ്ടാവും, കൂടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായ ഒരു വർഷമായിരുന്നു ബിഗ് ബോസ് 2023 എന്ന് പറയുന്നത്. അതെനിക്ക് ബിഗ് ബോസിൽ പോവേണ്ടി വന്നു, എനിക്കത് തിരിച്ചറിയാനായിട്ട്. അത് അന്ന് പോയോണ്ട് ലൈഫ് ഇപ്പം അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ റൈറ്റ് മൊമെൻ്റ് ആയിരുന്നു ആക്ച്വലി. ഓക്കെ, അപ്പം അവിടുത്തെ ഒരു 100 ദിവസം അല്ലെങ്കിൽ നിൽക്കുന്ന അതേ സമയം വരെയുള്ള ലൈഫ് ജേണിയും ശേഷം ഉണ്ടാകുന്ന ജീവിതത്തിനൊക്കെ വലിയൊരു മാറ്റമുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ ഉറക്കം, ഭക്ഷണ രീതികളൊക്കെ അത് നിലവിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും നമുക്കൊരു ചട്ടക്കൂടിനകത്ത് ജീവിച്ച മനുഷ്യരല്ലേ. ആക്ച്വലി ബിഗ് ബോസിൽ പോയപ്പോൾ എനിക്ക് എൻ്റെ ബ്യൂട്ടി എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി. കാരണം അവിടെ വെയിൽ കൊള്ളുന്നുണ്ടല്ലോ, ഫുൾ ടൈം എസിലാണ്. പിന്നെ നല്ലപോലെ വെയിറ്റ് കുറയും. പിന്നെന്താണ്, നമ്മളെപ്പോഴും ആൾക്കാർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായില്ലേ? നമുക്ക് തന്നെ പേഴ്സണലി പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് വെറുതെ ഇരുന്നിട്ട് നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മൂക്കൊക്കെ ചൊറിയും, ചെവിയൊക്കെ കൈക്കകത്ത് ഇങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. നമ്മുടെ വീടാണല്ലോ, അല്ലെങ്കിൽ ഇപ്പം വേറെ സ്ഥലത്താണെങ്കിൽ നമ്മൾ മാറി നിന്നെങ്കിൽ എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷേ നമുക്ക് ബിഗ് ബോസ് ഷോയിൽ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറേ കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. എന്നാൽ പോലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഓർക്കും, ദൈവമേ ഇത് ക്യാമറ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബിഗ് ബോസ് ഹൗസ്. കാരണം അത്ര ആഗ്രഹിച്ച് പോയതുകൊണ്ടായിരിക്കാം. അവിടെ നിന്ന് ഞാൻ 50 days ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. 100 ദിവസം കഴിയാനും ഇപ്പോഴും എന്നോട് തിരിച്ച് പോകാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയും എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നഷ്ടപ്പെടാൻ എനിക്കിനൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനിയും എനിക്ക് ബിഗ് ബോസിൽ നിന്നൊരു കോൾ വന്ന് ഓഫ് കോഴ്സ് ഞാൻ പോവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ സെക്കൻഡ് ഹോം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ 50 ദിവസങ്ങൾ വളരെ വിജയകരമായി പൂർത്തീകരിച്ച ഒരാളാണ്. ഇപ്പോഴും പുറത്തിറങ്ങുന്ന സമയത്ത് അഞ്ജൂസിനെ പറ്റി എന്നോടും ആളുകൾ വിശേഷം ചോദിക്കാറുണ്ട്. ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾക്ക് ബിഗ് ബോസ് കഴിഞ്ഞു, പിന്നെ നമ്മൾ മറ്റൊരു ജീവിതത്തിലേക്ക് എത്തുന്നുണ്ട്. എന്നാലും ബിഗ് ബോസിൻ്റെ ഓർമ്മകളും ചോദ്യങ്ങളൊക്കെ നിരന്തരം നമ്മൾ കേൾക്കേണ്ടി വരാറുണ്ട്. അതൊരു പലപ്പോഴും പലർക്കും അത് അഭിമാനമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച്. അഞ്ജൂസിന് എങ്ങനെയാണ് പൊതുവെ ബിഗ് ബോസിനെ പറ്റി, അല്ലെ അതിലൂടെ തിരിച്ചറിഞ്ഞ ആളുകളെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് നമുക്കൊരു താല്പര്യക്കുറവുണ്ടാകാം, താല്പര്യം കൂടുതലുണ്ടാകാം. എങ്ങനെയാണ്? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ കണ്ടല്ലോ, നമ്മൾ പോയത് ആൾക്കാർ കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പ്ലസ് എനിക്ക് പേഴ്സണലി ഞങ്ങളുടെ സീസണിൽ ഞാൻ പൊതുവേ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ സീസണിൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ശരിക്കും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചത് എൻ്റെ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നാദ്ര മെഹ്റിനാണ്. കാരണം ബിഫോർ ദ ബിഗ് ബോസ് ലൈഫും ആഫ്റ്റർ ദ ലൈഫും നാദ്രയ്ക്ക് ഉണ്ടായിരുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത്രയും മൈലേജ് എനിക്ക് വേറെ ആർക്കും അവിടെ കിട്ടിയിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് നാദ്രയുടെ ഫാമിലി. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മൈ സ്റ്റോറി പറയുമ്പോൾ ഇപ്പോഴും ഞാൻ എൻ്റെ മൈ സ്റ്റോറി കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് നാദ്രയുടെ ഫേസ് ശ്രദ്ധിച്ചായിരുന്നു എന്ന്. അപ്പോൾ എനിക്ക് നാദ്രയുടെ സ്റ്റോറി എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം അതിന് ശേഷമാണ് നാദ്രയുടെ മൈ സ്റ്റോറി വരുന്നത്.
അപ്പം ഞാൻ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുന്നെയാണ് ഞാൻ അത് കാണുന്നത് വീണ്ടും. അപ്പം അതിനുശേഷം നാദിറയുടെ സ്റ്റോറി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നാദിറയുടെ വീട്ടിൽ അത് അക്സെപ്റ്റ് ചെയ്തു. കാരണം എൻ്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ നാദിറ ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവാം മേ ബി എൻ്റെ വീട്ടിൽ നിന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന്. അത് ആ ഫേസിൽ കാണാൻ പറ്റി. പക്ഷേ ഇപ്പോൾ നാദിറയുടെ ഫാമിലി ആയിക്കോട്ടെ, നാദിറയുടെ പാരൻസ്, സിസ്റ്റർ, ഫ്രണ്ട്സ്, നാദിറ അന്ന് തള്ളിപ്പറഞ്ഞ എല്ലാ ആൾക്കാരും ഇന്ന് പ്രൗഡായിട്ട് പറയുന്നുണ്ടാവും നാദിറ എൻ്റെ കൂടെ പഠിച്ചതാ, നാദിറ എൻ്റെ ഫ്രണ്ടാ, നാദിറ എൻ്റെ മോളാ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മുടെ സീസണിന് ശേഷമാണ് ഈ LGBTQ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് കിട്ടിയെന്ന് തോന്നുന്നു. ഇൻഷാ അള്ളാ ഇനി അങ്ങോട്ടും അത് നല്ല രീതിയിൽ കിട്ടട്ടെ. അപ്പോൾ ബിഗ് ബോസ് കാരണം അങ്ങനെ കുറേ ആൾക്കാർ ലൈഫ് അടിപൊളിയായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഐഡൻറ്റിറ്റി എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റിയത് ബിഗ് ബോസിൽ നിന്നാണ്. അതിനുശേഷം ഒരുപാട് ചോദ്യങ്ങൾ കുറഞ്ഞു കിട്ടി. മനസ്സിലായി, ആവശ്യമില്ലാത്ത ഈ ചോദ്യങ്ങളൊക്കെ വെറുതെ മറുപടി കൊടുത്ത് ഞാൻ മടുത്തു. അപ്പോൾ ഇപ്പം എനിക്ക് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വരാറില്ല. ഭയങ്കര സന്തോഷമുണ്ട് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ. ഉറപ്പായിട്ടും ക്യൂർ മനുഷ്യനെ സംബന്ധിച്ച് ഇത്തരം റിയാലിറ്റി ഷോ കിട്ടുക എന്നുള്ളത് വളരെ ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അത് കിട്ടി, അത് നേടിയെടുക്കുകയും അതിലൂടെ പെർഫോം ചെയ്തിട്ട് സമൂഹത്തിന് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ ആരും ക്ലാസ് എടുത്തിട്ടല്ല, പക്ഷെ നമ്മുടെ ജീവിത രീതി അങ്ങനെ കാണിച്ചിട്ട് തന്നെയാണ്. അപ്പം അഞ്ജൂസിനും ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരാറുണ്ടായിരുന്നു പലപ്പോഴും, അല്ലേ? ക്യൂർ മനുഷ്യരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പല ചോദ്യങ്ങളും. അങ്ങനെയൊക്കെ അതിനൊക്കെ ഒരു മറുപടി കൊടുക്കാൻ ബിഗ് ബോസിലൂടെ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊടുത്തു എന്നുള്ളതാണ്. എങ്ങനെ ശേഷം ഈ ഒരു ജീവിതത്തിലേക്ക് എത്തുന്ന സമയത്ത് അത്തരം ചോദ്യങ്ങൾ കേൾക്കാറുണ്ടോ, അല്ലെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കാൻ സാധിക്കാറുണ്ടോ? പൊതുവെ ആൾക്കാർക്ക് നോളജ് ഇല്ല. നമ്മുടെ മനുഷ്യർക്ക് ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഈവൻ നമ്മൾ എവിടെ പഠിച്ചാലും ചില കാര്യങ്ങളൊന്നും നമുക്ക് നോളജ് ഉണ്ടാവത്തില്ല. അത് ആരുടെയും തെറ്റാണെന്ന് വെച്ചാൽ ഞാൻ തെറ്റൊന്നുമല്ല. കാരണം നമ്മുടെ കൾച്ചർ അങ്ങനെയാണ്. നമ്മൾ വീട്ടിൽ നിന്നൊരു കൾച്ചർ പഠിച്ചു തരും. നമ്മൾ കോളേജിലും സ്കൂളിലും പഠിക്കാത്തൊരു കൾച്ചർ നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പം നമ്മളെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ആണ് പെണ്ണ് ഇത് മാത്രമേ അറിയാവൂ എല്ലാ ആൾക്കാർക്കും. ഇത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ജെൻസി കിഡ്സ് ഭയങ്കര സപ്പോർട്ടാണ്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ജെൻസി കിഡ്സിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ ഡിഫറെൻ്റ് ആയിട്ടൊന്നും കാണാറില്ല. അവർ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ അതിനെന്താ നിങ്ങൾക്ക് സ്നേഹിച്ചാലെന്താ, അതെന്താ നിങ്ങൾക്ക് പറഞ്ഞാലെന്താ, ഇങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ എന്നാൽ പറഞ്ഞാൽ പോലും ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു പാരൻസ് കുറച്ചും കൂടെ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഓഫ് ഇതേപോലത്തെ ഷോസ്, അല്ലാണ്ട് ഈ കുറേ ന്യൂസസ് ഒക്കെ ഇറങ്ങുന്നുണ്ടല്ലോ, സെയിം ജെൻഡർ സെക്സ് ലൈക്ക് കല്യാണം കഴിക്കുന്നു, ഒളിച്ചോടി പോകുന്നു. അപ്പോൾ ആൾക്കാർ ഇത് എന്താണെന്ന് അറിയുന്നുണ്ട്. അതാരും തെറ്റല്ല, നോളജ് ഇല്ലായ്മ എന്നതാണ്. അപ്പോൾ ഇനിയെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഇതിനെ പറ്റിയുള്ള ഒരു നോളജ് കൊടുക്കുക എന്നതാണ് എൻ്റെ ഒരു, കാരണം അവരിൽ നിന്ന് നമ്മുടെ പാരൻസിന് മനസ്സിലാവത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ആരുടെയും തെറ്റല്ല, നോളജ് നമ്മൾ അറിഞ്ഞുകൊടുത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. ഉറപ്പായിട്ടും പുതിയ തലമുറ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആണ്. പഴയ ആൾക്കാരുടെ ഒരു അവരുടെ പരിമിതി മാത്രമാണ് എഡ്യൂക്കേഷന് വലിയൊരു കുറവ്. ഇപ്പം നിലവിൽ നമ്മുടെ സ്കൂൾ തലത്തിലൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് 2 വിവാദങ്ങളുണ്ട്. എന്ന് പറയുമ്പോൾ കൊടുക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കൂട്ടം മനുഷ്യരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരും. എങ്ങനെയാണ് അഞ്ജൂസിൻ്റെ അഭിപ്രായം? സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതുണ്ടോ? ആക്ച്വലി അത് കൊടുക്കണം. അത് കൊടുക്കാത്തതുകൊണ്ടാണല്ലോ നമുക്കിതേപോലത്തെ ചോദ്യങ്ങൾക്ക് ആൻസർ കൊടുക്കേണ്ടി വരുന്നത്. അപ്പം നിങ്ങൾ സ്കൂളിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ബുക്കിൽ പഠിക്കുന്നതല്ല ആക്ച്വലി ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ പഠിച്ചാലും നമ്മളിപ്പം പറയത്തില്ലേ, നമ്മളിപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. ഞാനൊരു ജോലിക്ക് എഞ്ചിനീയറിംഗ് ചെയ്യാൻ പോയാൽ പോലും ഞാൻ പഠിച്ചതല്ല ഞാൻ അവിടെ ചെയ്യാൻ പോകുന്നത്. കാരണം ഓരോ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുതിയ ലാംഗ്വേജ് പഠിക്കുക അവിടെ പോയിട്ട്. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്ന ഒരു കാര്യവും നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഇത് അങ്ങനെയാണ്, 10 കഴിഞ്ഞാൽ പിന്നെ +2 കഴിഞ്ഞാൽ പിന്നെ കോളേജ്, ഇതൊരു സിസ്റ്റമാണ്. അപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ആക്ച്വലി കൊടുക്കണം. വേറൊന്നും കൊണ്ടല്ല, അതിനകത്ത് മെയിൻലി കൊടുക്കേണ്ടത് ബാഡ് ടച്ച് ഗുഡ് ടച്ച് ആണ്. കാരണം ഇത് കാണുന്ന എല്ലാ മെന്നാണെങ്കിൽ ഞാൻ ഒരു ജെൻഡറിനെ എടുത്തു പറയുന്നില്ല, പൊതുവെ എല്ലാ ആൾക്കാർക്കും ലൈഫിൽ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഫ്രം ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ആരും അത് തുറന്നു പറയത്തില്ല, കാരണം തുറന്നു പറയാൻ പേടിയാണ്. പക്ഷെ ഇന്നത്തെ ജനറേഷൻ ദേഹത്തെ തൊട്ട് കഴിഞ്ഞ് അപ്പം റിയാക്ട് ചെയ്യും. കാരണം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ പോലല്ല ഇപ്പോഴത്തെ പിള്ളേർ. അവർക്ക് ബാഡ് ടച്ച് എന്താണെന്നറിയാം, ഗുഡ് ടച്ച് എന്താണെന്നറിയാം. അപ്പം എനിക്കും എൻ്റെ ചേച്ചിക്കൊരു കുഞ്ഞു ഭാവയുണ്ട്. അപ്പം ഇപ്പോഴേ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ. കാരണം നമുക്ക് എപ്പോഴും പിള്ളേരോട് നടക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? നമുക്ക് എപ്പോഴും നമ്മൾ അവരെ പാമ്പർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ സൂക്ഷിക്കാൻ പറ്റത്തില്ല. അമ്മയുണ്ടല്ലോ, അച്ഛനുണ്ടല്ലോ. പക്ഷെ നമ്മളത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ അവർക്കത് അറിയാം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഓഫ് കോഴ്സ് നിങ്ങളത് കൊടുക്കണം. ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് പ്രോപ്പർലി, ജെൻഡർ എന്താണ്, ലവ് എന്താണ്, അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു മകൻ എങ്ങനെ ആയിരിക്കണം, മകൾ എങ്ങനെ ആയിരിക്കണം, മകൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ, ഇതൊക്കെ നിങ്ങൾ സ്കൂളുകാർ പഠിപ്പിച്ച് കൊടുക്കണം. നിങ്ങൾ വിചാരിക്കും ഞങ്ങളിത് പഠിപ്പിച്ചു കൊടുക്കാനല്ലല്ലോ വരുന്നതെന്ന്.
നിങ്ങൾ അമ്മമാരാണ്, അവിടെ അച്ഛന്മാരുണ്ടാവും, നിങ്ങൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നാളെ എല്ലാവരുടെയും നെഞ്ചത്ത് കയറുന്ന ആരും പൊങ്കാലിടാൻ പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രം ദ സ്കൂളിൽ നിന്ന് തന്നെ ഇത് കൊടുക്കണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം പാരൻസിന് ലിമിറ്റ് ഉണ്ട് പറഞ്ഞു കൊടുക്കാൻ, പക്ഷേ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പിള്ളേരിരുന്ന് കേൾക്കും. മനസ്സിലായില്ലേ? അപ്പം അത്രേ ഉള്ളൂ, കൊടുക്കണം. അത് ഏറ്റവും നല്ല വാക്കുകളാണ്. പ്രത്യേകിച്ച് ശാസ്ത്രീയമായിട്ട് തന്നെ ഇത് പഠിപ്പിക്കാനായിട്ട് അധ്യാപകർക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. അഞ്ജൂസിനെ ഏറ്റവും അടുത്ത് അറിയുന്ന ആൾക്കാർക്ക് അറിയാം, സൗഹൃദത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അത് വളരെ നന്നായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ഞാനും അഞ്ജൂസും തമ്മിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് നല്ല സൗഹൃദത്തിൽ കടന്നു പോകുന്ന മനുഷ്യരാണ്. ബിഗ് ബോസിലേക്ക് എത്തുന്ന സമയത്ത് വളരെ പരിചയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു വേദിയാണല്ലോ. അതിനുശേഷമുള്ള സൗഹൃദം അല്ല, അതിൻ്റെ അകത്തുണ്ടായിരുന്ന അതേ സൗഹൃദങ്ങൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറുണ്ടോ? എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി സൗഹൃദം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി, ഞാൻ ഇടയ്ക്കൊരു ആളുടെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, അത് ഫേമസ് ആയിട്ടുള്ള ആളാണ്, ഞാൻ എടുത്തു പറയുന്നില്ല. പുള്ളി പറയുന്നുണ്ട് സൗഹൃദം ആക്ച്വലി 2 വ്യക്തികൾ പറയുന്ന കമൻ്റ് ആട്ടോ പറയുന്നത്. ആദ്യത്തെ ഒരാൾ പറയുന്നത് സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഡെയിലി കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആൾക്കാരെ നമ്മൾ മറന്നു പോകും. വേറൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ പറയുന്നുണ്ട് നമ്മൾ ഡെയിലി ചെയ്തില്ലെങ്കിലും വല്ലപ്പോഴും മിണ്ടുന്ന ഒരു സൗഹൃദം ഉണ്ടല്ലോ, ശരിക്കും അതാണ് സൗഹൃദം. ഇത് രണ്ട് ഒപ്പീനിയനാണ്. എൻ്റെ ഒപ്പീനിയനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർ അവിടെ നിന്ന് 10 അല്ലെങ്കിൽ എത്ര ദിവസമാണെങ്കിലും അവിടെ നിന്ന് ചാടി വെളി വരുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ലോകത്തിൽ നിന്ന് അവർ കുറച്ച് സമയം എടുക്കും നമുക്ക് റിയാലിറ്റിയിലോട്ട് പോകാൻ. അത് നമ്മൾ ഫാമിലി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. കുറച്ച് പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ ബാക്ക് ടു നമ്മുടെ ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിലൊക്കെ എത്തും. ചില ആൾക്കാർ അപ്പോഴേ അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. പക്ഷേ ഞാൻ എല്ലാ ആൾക്കാരോടും സംസാരിക്കാറ്. ഇപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, ഇപ്പം നാദ്ര എന്നെ വിളിച്ചാൽ പോലും ആളെ എവിടെ ഉണ്ട്, എന്തുണ്ട്, സുഖല്ലേ, ആ ഒരു സ്നേഹവും ആ ഒരു ഫ്രീഡവും നമുക്ക് അവരുടെ അടുത്ത് ഉണ്ട്. ഇപ്പം ഡെയിലി ഞങ്ങൾ വിളിക്കാറില്ല, പക്ഷേ എവിടെയെങ്കിലും വെച്ച് കണ്ടാലോ, ഇപ്പം അയാളെ പറ്റി നാദ്രയെ പറ്റി എന്നോട് ചോദിച്ചോളൂ, എന്നെ ഫ്രം ദ ഹാർട്ടിൽ നിന്ന് അത് എൻ്റെ അളിയനാണ്, അല്ലെ എൻ്റെ ഫ്രണ്ടാണ്. ഇതിപ്പം ബിഗ് ബോസിലുള്ള എല്ലാ ആൾക്കാരെ പറ്റി ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു കുറച്ച് ദിവസങ്ങളാണെങ്കിലും നമ്മളൊരു ഫാമിലി പോലെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. മനസ്സിലായില്ലേ? ഇപ്പം അവർ നമ്മളെപ്പറ്റി നല്ലത് പറയില്ലോ എന്നറിയത്തില്ല, പക്ഷെ നമുക്കറിയാവുന്ന ഇപ്പം 10 ചീത്ത കാര്യം ഉണ്ടെങ്കിൽ ഒരു നന്മ ഉണ്ടെന്ന് ഞാൻ നോക്കത്തുള്ളൂ. അത് ഞാൻ ബിഗ് ബോസിൽ വെച്ചും പറഞ്ഞ കാര്യം. എനിക്ക് നെഗറ്റീവ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് എല്ലാ ആൾക്കാരും, എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ഞാൻ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഭയങ്കര സന്തോഷം. ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിനകത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് 2 ചോദ്യങ്ങളാണ് എപ്പോഴും ഫേസ് ചെയ്യാറ് ഉള്ളത്. കാരണം ഒന്നുകിൽ മോശമാകാം, ഇല്ലെങ്കിൽ നല്ലതാകാം എന്നുള്ളത്. അഞ്ജൂസ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് എല്ലാവർക്കും ഈ മൈലേജ് ഉപയോഗിക്കാൻ പറ്റി എന്ന് വരില്ല. എങ്കിൽ പോലും അഞ്ജൂസിൻ്റെ ഫാമിലി ലൈഫിലേക്ക് എത്തുന്ന സമയത്ത് അത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്ത് നമ്മൾ നടത്തുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, നമ്മൾ നടത്തുന്ന പ്രവൃത്തികളൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എൻ്റെ വീട്ടുകാർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയണമെന്ന് വെച്ചാൽ, നാട്ടുകാർ എന്ത് പറയുന്നു അതിലല്ല ആക്ച്വലി എന്നെ ബാധിക്കുന്നത്. ഞാൻ എൻ്റെ ഫാമിലിക്ക് മാത്രം ആൻസർ കൊടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു, എൻ്റെ അച്ഛൻ പറയാണ്, അതെന്താ എൻ്റെ മോക്ക്, എനിക്കറിയാമല്ലോ എൻ്റെ മോളെ പറ്റി, നിങ്ങളെന്തിനാ പറയണമെന്ന് വെച്ചാൽ അവിടെ തീർന്നു. അവിടെ പിന്നെ സൊസൈറ്റി സംസാരിക്കത്തില്ല. ഇപ്പോൾ ഞാൻ ചെയ്ത കാര്യം എൻ്റെ വീട്ടുകാർ എതിർത്തിരുന്നിട്ട് അവരോട് സപ്പോർട്ട് ചെയ്യുവാണെങ്കിലാണ് എനിക്ക് സങ്കടം വരുന്നത്. പേഴ്സണലി എൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് ആൾക്കാർ മാറി ചിന്തിച്ചത് ഞാൻ കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും അവരിപ്പോൾ ഹാപ്പിയാണ് ആക്ച്വലി. കാരണം നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലിട്ടുകൊണ്ടിരിക്കും. നമ്മളത് ഉള്ളിൽ നിന്ന് നമുക്ക് പറയുമ്പോഴാണല്ലോ നമുക്കൊരു സമാധാനം, നമുക്കൊരു സന്തോഷം സമാധാനം എപ്പോഴാണല്ലോ വരുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഒന്നാമത്തെ എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ലൈക്ക് എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഞാൻ പുറത്ത് അവർക്ക് നേരത്തെ അറിയാം, എന്നാലും ഞാൻ പറഞ്ഞപ്പോൾ പോലും അതൊരു വലിയ അത്ഭുതമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ എന്നെ ഭയങ്കര സപ്പോർട്ട്, ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ് ആ കാര്യത്തിൽ. എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, എൻ്റെ സിബ്ലിങ്സ് ആയിക്കോട്ടെ, എൻ്റെ കസിൻസ്, ഈ പറയുന്ന എൻ്റെ ഫ്രണ്ട്സ്, എല്ലാവരും എന്നെ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴും എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഹാപ്പിയാണ് ആക്ച്വലി. ഓക്കെ, വളരെ പേഴ്സണലി അഞ്ജൂസിൻ്റെ ഫാമിലി അറിയുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പായിരുന്നു അഞ്ജൂസിൻ്റെ അച്ഛൻ്റെ മരണം ഉണ്ടായത്. എങ്കിൽ പോലും ഒരു ഫാമിലി വൈസ് ഒരു ബിസിനസ് നടത്തുന്ന ഒരാളാണ് അഞ്ജൂസ്. എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ശേഷം ആ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരാൾ കൂടിയാണ്. വേറൊരു മേഖലയിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പരിചയമില്ലാത്തൊരു മേഖലയിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ നിലവിലത്തെ ബിസിനസ്? അത് നമ്മൾ പ്രേക്ഷകരായിട്ടൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ റിലീജിയൻ, ഞാൻ ഹിന്ദു ആണ്. എന്നാൽ പോലെ ഞാൻ എല്ലാ റിലീജിയനിലോട്ടും ഭയങ്കരമായിട്ട് കൈയിടുന്ന ഒരാളല്ല. എനിക്കിഷ്ടമാണ്, ഒന്നിലും മാത്രം നിൽക്കുന്ന ആളല്ല. നമ്മളാരും ഞാൻ ദൈവത്തിനെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്കെന്തോ ഒരു പവറിനോട് വിശ്വാസമാണ്. ഇതിപ്പോൾ മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, എനിക്ക് മൂന്നും ഇഷ്ടമാണ്. പക്ഷേ പേഴ്സണലി ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ തമിഴ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ്സാണ് ഗോൾഡ് ബിസിനസ്. ഞങ്ങൾ തട്ടാന്മാരാണ്.
അപ്പോൾ വർഷങ്ങളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് അച്ഛൻ ഒരു 35 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ജൂലൈയിൽ അച്ഛൻ മരിച്ചുപോയി. സോ ഇപ്പം ഞങ്ങൾ അച്ഛൻ്റെ ബിസിനസ് എടുത്ത് ചെയ്യുവാണ്. എനിക്കൊരു ബ്രദറുണ്ട്, അപ്പോൾ പുള്ളിയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും ഞങ്ങൾ കുഞ്ഞിലെ ഷോപ്പിൽ പോയി ഇരിക്കുമായിരുന്നു. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, അച്ഛൻ എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാമെന്നുണ്ട്. പറഞ്ഞു, ഇനി മക്കൾ ഇവിടെ വരണ്ട, നീ നിൻ്റെ കരിയർ നോക്കിക്കോ, നിനക്ക് സമയമാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം, അപ്പം ഇങ്ങോട്ട് വന്നാൽ മതി. ഇപ്പോൾ റൈറ്റ് ടൈമാണ്. ഷോപ്പിൽ കയറുന്നുണ്ട്. ലൈക്ക് ഇനിയിപ്പോൾ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്ക് ടു എൻ്റെ ബിസിനസ്സിലോട്ട് ഇറങ്ങുവാണ്. അല്ലാണ്ട് ഓൺലൈൻ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് ബിസിനസ്സിൻ്റെ. അപ്പോൾ എന്താണ്, ആർക്കെങ്കിലും ഇപ്പം ഗോൾഡിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് പ്രൊമോഷനായിട്ട് എടുക്കില്ല, എന്നാലും ഞാൻ പറയാണ്, നല്ല മോഡൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് അഞ്ജു സുറോഷ്, ചെയ്തു തരുന്നതായിരിക്കും. ഇന്റർവ്യൂ കണ്ടുപോകുന്ന ആളുകളാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് വലിയൊരു ഡിസ്കൗണ്ട് സാധിക്കുന്നതാണ്. അതെ അതെ. ഓക്കെ, അഞ്ജൂസിനെ അടുത്തറിഞ്ഞ എല്ലാവർക്കും അറിയാം, അഞ്ജൂസ് നന്നായിട്ട് പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ്. അഞ്ജൂസിന്റെ പ്രണയങ്ങളെ പറ്റി അഞ്ജൂസ് പലപ്പോഴും നമ്മളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്ത് ഉൾപ്പെടെ. എങ്ങനെയാണ് നിലവിൽ പ്രണയം കണ്ടിന്യൂ ചെയ്യുന്നത്, അതിന്റെ വിശേഷങ്ങൾ? എനിക്കിപ്പോൾ പ്രണയം എന്ന് പറയുമ്പം എനിക്ക് ഭയങ്കര പേടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ബിഗ് ബോസ് നാദർ നേരത്തെ ചോദിച്ചല്ലേ, റൈറ്റ് ടൈം ആണെന്ന് തോന്നുന്നുണ്ടോ ബിഗ് ബോസിൽ കയറിയതെന്ന് ചോദിച്ച ക്വസ്റ്റ്യനിൽ ഞാൻ അപ്പം തന്നെ പറഞ്ഞായിരുന്നു, ആരൊക്കെ ഉണ്ടാവില്ല എന്നുള്ളൊരു വലിയൊരു കാര്യം എനിക്ക് അറിയാൻ പറ്റി. ഞാൻ അവിടെ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രണയം ഇപ്പം എൻ്റെ കൂടെ ഇല്ല. ആഫ്റ്റർ ദ ബിഗ് ബോസ് അത് ബ്രേക്കപ്പായി. ഇപ്പം 2 വർഷമാകാൻ പോകുന്നു റിലേഷൻ ബ്രേക്കായിട്ട്. ഈ ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, ബ്രേക്ക് എടുക്കുക എന്നതാണ്. അപ്പം ഞാനൊരു ബ്രേക്കിലാണ് ഇപ്പോൾ. അതിനുശേഷം ഒരുപാട് പ്രൊപ്പോസൽസും കാര്യങ്ങളും ഐഡൻറ്റിറ്റി റിവീൽ ആകുമ്പോഴാണല്ലോ ഈ പ്രൊപ്പോസൽസൊക്കെ വരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് പ്രൊപ്പോസൽസൊക്കെ വന്നു. പക്ഷേ എനിക്ക് അങ്ങനെ മനസ്സോർന്ന ആരെയും അങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഓൾറെഡി നമ്മളൊരു ഇതിലോട്ട് വീണ് പോയോണ്ട് കുറച്ച് സമയം എടുക്കും. ഞാനിപ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കരിയറാണ്. കാരണം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലവ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം, മനസ്സിലായില്ലേ? നമുക്കെന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് എവിടെ ഇരുന്നാലും നമ്മുടെ അടുത്ത് വരും. പക്ഷെ കരിയറിൻ്റെ ഒരു ടൈമുണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടത്തില്ല. കാരണം ഓൾറെഡി ഞാൻ 2 വർഷം ഞാൻ കൊണ്ട് കളഞ്ഞു ഈ ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ഇനി എൻ്റെ ലൈഫ് ലവിനെക്കാട്ടിലും ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എൻ്റെ ഫാമിലി പ്ലസ് എൻ്റെ കരിയർ. പിന്നെ എൻ്റെ അച്ഛൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് കണ്ടിന്യൂ ചെയ്തു പോയ ഒരു ബിസിനസ് ഉണ്ട്, അതെടുത്ത് ചെയ്യുക എന്നതാണ്. ഈ 3 കാര്യത്തിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം എന്നെ സ്നേഹിക്കാൻ അങ്ങനെ ശരിക്കുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് നോക്കുന്നതായിരിക്കും. സന്തോഷം. അപ്പോൾ ഉറപ്പായിട്ടൊരു പ്രണയ വിവാഹമായിരിക്കും അഞ്ജൂസിനേത് നമുക്ക് വിശ്വസിക്കാം. അല്ലാണ്ട് അറേഞ്ച്ഡ് മാരേജ് എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പം നമ്മളൊക്കെ തന്നെ ഒരു പക്ഷേ വലിയ നിലയിൽ എത്തി എന്ന് പബ്ലിക്കിന് തോന്നാം. പക്ഷേ അതല്ല, ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന മനുഷ്യനെ നമുക്ക് അറിയാമെന്നുള്ളതാണ്. എങ്ങനെയുണ്ട് അവസരങ്ങളുടെ ഒരു വലിയ, പ്രത്യേകിച്ച് സിനിമ ആഗ്രഹിക്കുന്ന ഒരാളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബിഗ് ബോസിന് ശേഷം വലിയ അവസരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളൊരു ഒരു സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണോ? സ്ട്രഗ്ലിങ് ഓഫ് കോഴ്സ് എപ്പോഴും ഉണ്ടാവും. അതിപ്പോൾ എത്ര വലിയ നടനായിക്കോട്ടെ നടിയായിക്കോട്ടെ, സ്ട്രഗിൾ ഉണ്ടാവും. കാരണം ഒരു സിനിമ കഴിഞ്ഞിട്ട് പിന്നെ സിനിമ വരാത്ത എത്രയോ കിടിലൻ ആക്ടേഴ്സുമാരുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ട്രൈ ചെയ്യുക, മനസ്സിലായില്ല? നമ്മൾ വീട്ടിലിരുന്ന് തന്നെ അവർക്ക് അറിയത്തില്ല നമ്മൾ അഭിനയിക്കും എന്നുള്ള കാര്യം, നമുക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓഡിഷനിലാണ് എനിക്ക് ഫസ്റ്റ് മൂവി കിട്ടുന്നത്. അപ്പോൾ അതെനിക്ക് വലിയ പ്ലസ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഒരു 2 കൊല്ലം മുന്നേ ട്രൈ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ഇപ്പോൾ എനിക്കിപ്പോൾ ബിഗ് ബോസിന് ശേഷം എനിക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇപ്പോൾ ഡയറക്ടേഴ്സിനായിക്കോട്ടെ, ആക്ടേഴ്സിനെ അവിടെ വർക്ക് ചെയ്യുന്ന, സാഹസത്തിൽ വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സിനും എന്നെ കാണുമ്പോൾ എന്നെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു. അപ്പം ഞാനൊക്കെ പണ്ട് ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും, എന്നെ തന്നെയാണോ ഈ സംസാരിക്കാൻ വരുന്നത്? ആക്ച്വലി ഇവരൊക്കെ ബിഗ് ബോസ് കണ്ടിട്ടുള്ള പരിചയമാണ്, നമുക്കറിയത്തില്ലല്ലോ അവർക്ക് നമ്മളറിയാന്നുള്ള കാര്യം. അപ്പം ഞാനിപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്, ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തിന് എത്തും, അത് ഉറപ്പുള്ള കാര്യം. ഞാൻ ഗിവ് അപ്പ് ചെയ്യത്തില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ അതുവരെ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് നമ്മുടെ അതേ സ്ഥലത്തിലോട്ട് എത്തി. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കണം, ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റണം. ഇപ്പം അല്ലാണ്ട് ഞാൻ കൗമുദിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. രാജേഷ് തലച്ചിറ എന്ന് പറയുന്നത് എന്തായാലും പറഞ്ഞേ പറ്റൂ. ഞാൻ അഭിനയത്തിലോട്ട് വരുന്നത് ഒരു വ്യക്തി കാരണമാണ്, രാജേഷ് തലച്ചിറ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ കാരണമാണ്. അതും ലേഡീസ് റൂം എന്ന് പറഞ്ഞൊരു സിറ്റ്കോം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ 2 ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുള്ളൂ. ഒന്ന് സിറ്റ്കോമായ രാജേഷ് തലച്ചിറയും, 2 സിനിമ എനിക്ക് അവസരം തന്ന ബിപിൻ കൃഷ്ണയുടെ കൂടെയും. സോ ഭയങ്കര ഹാപ്പിയാണ് കാര്യത്തിൽ.
ഉറപ്പായിട്ടും ഭയങ്കര വിജയമായി തീരട്ടെ. പ്രത്യേകിച്ച് സിറ്റ്കോമിൽ മുൻപ് അഭിനയിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അഞ്ജൂസ്. നമുക്ക് ബിഗ് ബോസിന് മുമ്പ് തന്നെ ലേഡീസ് റൂം എന്നുള്ള കൗമുദി ചാനലിൽ ആ ഒരു പരിപാടിയിലൂടെ കണ്ടിട്ടുള്ള ആളാണ്. ഭയങ്കര സന്തോഷമുണ്ട് വിവിധ മേഖലകളിൽ സജീവമായിട്ട് നിൽക്കുന്ന അഞ്ജൂസ് റോഷനെ ഈ വേദിയിലേക്ക് എത്തിക്കാൻ സാധിച്ചതും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ സാധിച്ചതൊക്കെ. അപ്പം ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെയാണ് യാത്ര അയക്കുന്നത്. അപ്പോൾ എന്തായാലും അതിഥി വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അറിയാം.